സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി നാളെയോടെ തീരം തൊടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലാണ് മഴ. ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. ദുരിതപ്പെയ്ത്തെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് 2 മരണം കൂടെ സംഭവിച്ചിട്ടുണ്ട്. പുതിയ അലർട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? രജനി, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 7 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും. അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് റിമാൽ ഞായറാഴ്ചയോടെ, അതായത് നാളെയോടുകൂടി ബംഗാൾ, ഒഡീഷ തീരം തൊടും. കേരളത്തില് വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നില്ല എങ്കിലും റിമാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ട് കേരളത്തിലും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഇരട്ട ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിലും വലിയ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള മഴയായിരിക്കും ഒരുപക്ഷെ സംസ്ഥാനത്ത് ലഭിക്കാൻ പോകുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മലയോര തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 9 തീരമേഖലകളിൽ അതിശക്തമായ കടലാക്രമണ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. പൊഴിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 3 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. പൊഴിയൂര്, കൊല്ലംകോട്, പ്രധാനപ്പെട്ട തമിഴ്നാട് തീരദേശ പാത പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 7 വീടുകൾ ഒറ്റപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ നിലവിലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിക്ക പൊഴി വരുന്ന പ്രദേശങ്ങളിലും കടൽ അതിശക്തമായി തന്നെ കായലിലേക്ക് പ്രവേശിക്കുകയും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉഷ്ണമായിരുന്ന സമയത്ത് കള്ളക്കടൽ പ്രതിഭാസം തീരദേശ മേഖലയെ നാശം വിതച്ചതാണ്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഈ മൺസൂൺ കാലത്തും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പമാണ് മറ്റൊരു കാര്യം, മലയോര മേഖലകളെ സംബന്ധിച്ചിടത്തോളം മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ മഴ അതിശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുലർത്തിയിട്ടുള്ളത്. അനാവശ്യമായിട്ട് രാത്രികാലങ്ങളിൽ മലയോര മേഖലയിൽ വിനോദസഞ്ചാരത്തിന് പോകുന്നവർ പോകരുത്. അതോടൊപ്പം തന്നെ ഈ മിന്നൽ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. വെള്ളച്ചാട്ടം പോലുള്ള പ്രദേശങ്ങളിൽ ഈ സമയത്ത് പോകരുത് എന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. വൃഷ്ടി പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാമുകളൊക്കെ തുറന്നുവിടാനുള്ള സാഹചര്യം കൂടുതലാണ്. നദീ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടിൻഡുദാസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.